പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഇത്തിരി ചെലവ് കൂടിയ ടൈപ്പ് ഒരു മീൻ വെപ്പാണ് വയ്ക്കാൻ പോണത്. ഫിഷ് മോളി. വില കൂടിയ മീനാണ് നമ്മൾ വാങ്ങിച്ചു പോണത്. 750 രൂപയുള്ള വില കേട്ടാ. 1/2 കിലോ മീൻ വാങ്ങിച്ചിട്ട് നമുക്ക് അഴിയുടെ വേഗം കിടക്കാം. പിന്നെ ഇത് ചോറ് കൂട്ടി കഴിക്കാനായിട്ടുള്ള കൂട്ടാന്ന് വിചാരിച്ചിട്ട് ഈ കൂട്ടാൻ വയ്ക്കുന്നില്ല ഒരിക്കലും. ഇത് വെറുതെ കഴിക്കാം, അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് കേട്ടാ. നെയ്മീനാണ് വാങ്ങിച്ചു പോണത്. അത് കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ് കേട്ടാ. ഒരു പാത്രം എടുത്ത് 1 ടീസ്പൂൺ കോൺഫ്ലവർ, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു അല്പം മഞ്ഞൾപ്പൊടി, പേരിന് മതിയിട്ട് അധികമൊന്നും വേണ്ട. പിന്നെ ഒരു കോഴിമുട്ടര പകുതി വേണ്ട. ഞാൻ നാടൻ കോഴിമുട്ടയാണ് എടുത്തോണത്, അത് കാരണം ചെറുതാണ്. വലിയ കോഴിമുട്ടയാണെങ്കിൽ പകുതി മതിയിട്ടാ. പിന്നെ ഈ മീനിലേക്ക് ആവശ്യമായ ഉപ്പ്, ഒരു അര ചെറുനാരങ്ങ നീര്, ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടാ. ഇതിലേക്ക് നമ്മുടെ ഈ മീനിൻ്റെ കഷ്ണങ്ങൾ ഇടാട്ടാ. ഇത് നന്നായി ഇതിൽ പരട്ടി 1.5 മണിക്കൂർ നേരം വയ്ക്കണം കേട്ടോ. ഇതിങ്ങനെ ആക്കിയിട്ട് 1.5 മണിക്കൂർ നേരം മാറ്റി വയ്ക്കുക കേട്ടോ. ഞാൻ മീൻ 1.5 മണിക്കൂർ നേരം ഫ്രിഡ്ജിലാണ് വെച്ചത്. അത് ഫ്രീസറിലല്ല വെച്ചോണത്. ഞാനത് പറയാൻ മറന്നു. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് കേട്ടോ. നമ്മൾ പുറത്ത് വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് നല്ലത് കാര്യം. കാരണം കോഴിമുട്ടയൊക്കെ ആക്കിയിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് അധികം നേരം പുറത്ത് വയ്ക്കുന്നത് നല്ലത്. മീൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു 10-12 അണ്ടിപ്പരിപ്പ്, കുറച്ച് ഉണക്കമുന്തിരി, ഇത് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കണം കേട്ടോ. അതിൽ നിന്ന് നമുക്ക് അതാണ് ചെയ്തത്. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി നമുക്കിതിരി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇരിക്കേണ്ടിടാം കേട്ടോ. ഇത് ബ്രൗൺ കളറായി നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ. ഈ ഉണക്കമുതിരി ഇടാം. നമുക്ക് ഇത് ഒരുമിച്ചിടാം, കുഴപ്പമില്ല കേട്ടാ. അണ്ടിപ്പരിപ്പ് തന്നെ ഒരുമിച്ചിടാം. വലിയ ഫ്രൈ ചെയ്യലൊന്നാവണ്ട, ഒരു പകുതി മതി. പകുതി ലെവലായി. നമുക്കിത് തീ കുറച്ചിട്ട് എടുക്കാം. ഇതായി, നമുക്കിത് മൂടിയെടുക്കാം കേട്ടോ. നമ്മുടെ മീൻ വറക്കൽ കഴിഞ്ഞു. നമുക്ക് അടുത്തരിക്കാണ്ട് കിടക്കാം കേട്ടോ. നമ്മളിത് വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായി അതിലേക്ക് നമ്മുടെ ഈ മീൻ വറുത്ത വെളിച്ചെണ്ണയില്ലേ അത് കിളിക്കാണ്ട് ഒഴിക്കുക. ഇത് ചൂടായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 2 വലിയ സവാള അരിഞ്ഞാണ്ട് ഇരിക്കാണ്ട് ചേർക്കാം. പിന്നെ ഒരു 10-12 പച്ചമുളക്. ഞാൻ വീട്ടിലത്തെ പച്ചമുളകാണ് ഉപയോഗിച്ചത്. പീടിയിൽ നിന്നുള്ള പച്ചമുളക് വാങ്ങിച്ചാലും മതിട്ടാ. സവാള നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 5-6 വെളുത്തുള്ളി അല്ലി ചതച്ചത്, കൂടുതൽ വേണ്ട അതും. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി ചതച്ചത്. വലിയ ചതക്കിലൊന്നും ചതക്കണ്ട, ഒരു മീഡിയം ലെവലിൽ ചതച്ചാൽ മതി. ഇനി ഒരു സ്വല്പം മല്ലിയില അരിഞ്ഞത്. ഇത് മല്ലിയില വീട്ടിലത്തെ മല്ലിയിലയാണ്. നിങ്ങൾ സാധാരണ മല്ലിയില ഉപയോഗിച്ചാൽ മതിട്ടാ. ഇത് എല്ലാവരും വീട്ടിലുണ്ടാവില്ല, ഞാൻ കാണിച്ചു തരത്. ഇതിലത്തെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ചക്കുത്ത് മാറി നമുക്കിതിലേക്ക് ഒരു 10-12 അണ്ടിപ്പരിപ്പ്, പിന്നെ അത്രയ്ക്ക് തന്നെ ഉണക്കമുന്തിരിയില്ലേ അത് കുത്തി ചതയ്ക്കുക. മിക്സിയിലടിക്കണ്ട, മിക്സിയിലടിച്ച സാധനം കാണില്ല, അത് ഇതിരിക്കില്ല കേട്ടാ. അല്പം മസാലപ്പൊടി, നമ്മുടെ സാധാരണ മസാലപ്പൊടി തന്നെ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കില്ലേ അതന്നെ കേട്ടാ. അല്പം മതി, അധികമൊന്നും വേണ്ട. ഇനി ഒരു സ്വല്പം കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മതിട്ടാ. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ടായി. നമുക്കിതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ പാല്, കട്ടിപ്പാൽ കേട്ടോ. അതായത് 1 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച്
അടിച്ചാൽ മതി. നല്ല കട്ടിയാണ് അടിച്ച് വയ്ക്കുക. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഇത് തിളച്ചുടങ്ങി നമ്മളിതിലേക്ക് വറുത്ത കഷ്ണങ്ങൾ ഇടുന്നു കേട്ടോ. തീ മെല്ലെ കത്തിച്ചാൽ മതിട്ടാ, വല്ലാണ്ട് പറപ്പിച്ചാണ്ട് കത്തിക്കണ്ട. ഈ മീനൊന്നും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ മീനൊന്നും ഈ മറ്റേ നെയ്മീനില്ലേ അറക്കുക, ഈ സാധനത്തിനൊന്നും അധികം പണ്ടൊന്നും തീരെ വില ഉണ്ടായിരുന്നില്ല, അധികം വില ഉണ്ടായിരുന്നില്ലേ. ചാളയേക്കാളും അതിനേക്കാളും ഇത്തിരി മുകളിലേക്ക് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോഴാണ് അതിനേക്കാളും ഒരു 5-6 ഇരട്ടി വില ചെയ്ത്. അപ്പം നമ്മൾ മീനിൻ്റെ കൂട്ടാനുകൾ റെസിപ്പികൾ വെക്കുന്നതൊക്കെ നമ്മുടെ അവിടെ ഒരു മീൻകാരൻ വരും, ആളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വെക്കുന്നതാണ് കൂടുതൽ കേട്ടോ. ആളെ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് എപ്പോഴും കൊണ്ടിട്ടുണ്ട് ഈ ചാളയും അല്ലെങ്കിൽ ഈ ചെറിയ വറ്റകളില്ലേ, ആ വറ്റ അതിൽ കുട്ടിയിൽ അതായി ഇങ്ങനെ കൊണ്ടുവരുന്നത്. ആള് നമ്മുടെ അവിടേക്ക് മീനായിട്ട് വരുമ്പോൾ ഒരു 11-12 ആ സമയത്ത് നമ്മുടെ കൂട്ടാൻ വെപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. തൃശ്ശൂരിൽ നിന്ന് 6-7 കിലോമീറ്റർ ഇങ്ങോട്ട് വരാം. അങ്ങനെ ഞങ്ങളുടെ റൗണ്ട് അടിച്ച് ഇങ്ങോട്ട് മെല്ലെ മെല്ലെ ലാസ്റ്റിനെ പിടിക്കാത്ത കംപ്ലീറ്റ് മീനുകൾ ഈ ആളുകൾ ഇങ്ങനെ ഞെക്കി ഞെക്കുന്നത്. ഈ പൂരപ്പറമ്പിൽ പെട്ട പെണ്ണുങ്ങളെ പോലെ അവസ്ഥയാണ് എല്ലാ മീനുകളിലും. കംപ്ലീറ്റ് പേര് അവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ ഞെക്കി ഞെക്കി അവസാനം സ്പോഞ്ച് പരുവായിട്ടുള്ള മീനുകളിൽ നമുക്ക് കിട്ടാം. നമ്മളിങ്ങനെ വാങ്ങിക്കുക പിന്നെ. അപ്പോൾ അതായത് ഇന്ന് ഈ മീൻ വാങ്ങിക്കുക ഞാൻ തൃശ്ശൂർ മാർക്കറ്റിലേക്ക് പോയി, ആൾ കൊണ്ടില്ല. അപ്പോൾ ഇത് ഇന്ന് ഫിഷ് മോളിൽ നിന്ന് വെക്കുന്നത് എനിക്ക് ഭയങ്കര നിർബന്ധം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. പറയ് ഒരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എടുക്കാം കേട്ടോ. മോളി കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ നിന്ന് എന്താ പറയുക, സലീം കുമാർ പറഞ്ഞ പോലെ അലങ്കോലപ്പണികൾ നമുക്ക് കുറച്ചായിട്ട് ചെയ്യാം. ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ, അത് ഇതിൻ്റെ മുകളിൽ നിന്ന് വെതറ. ഇനി ഒരു തക്കാളി ഇതിങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞത്, അത് അവിടെ ഇവിടെ അങ്ങോട്ട് വെക്കുക. ഇന്ന സ്ഥലമൊന്നും ഇല്ല കേട്ടോ, എവിടെ വേണമെങ്കിലും വെക്കുക, ആരും ഒന്നും പറയില്ല. ഇതൊക്കെ ഇതിൻ്റെ രീതികൾ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഫിഷ് മോളിയുടെ പണി കഴിഞ്ഞു. ഇനി ഇതെനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നമ്മളിത് ഉണ്ടാക്കിയിട്ട് കുറേ കൊല്ലങ്ങളായി. ഇതിൻ്റെ ഗുണത്തെ പറ്റിയിട്ട് ഞാൻ പറയില്ല, അഭിപ്രായം പറയില്ല. നിങ്ങൾ വെച്ച് നോക്കാം. ഈ കൂട്ടാൻ വയ്ക്കാനായിട്ട് നമുക്ക് 500 രൂപ ചിലവ് വന്നു. പക്ഷേ 500 രൂപയ്ക്ക് നമുക്ക് 5 സ്റ്റാർ ലെവലുള്ള ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 2500 കൊടുക്കേണ്ടി വരും, 2500 കൊടുക്കേണ്ടി വരും. അല്ല ഹോട്ടലിൽ പോയിട്ട് കഴിക്കണമെങ്കിൽ കേട്ടാ. നമുക്കിത് വീട്ടിലുണ്ടാക്കാം. ഒരു വെറൈറ്റീസാണ് ഇത്. പോർച്ചുഗീസും ഇന്ത്യനും കൂടി എവിടെയാണ് ഉണ്ടായത് നമുക്കറിയില്ലേ. ഈ കൂട്ടാട്ട കളക പൊടിയൊന്നും ചേർത്തിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്, ഒരു വെറൈറ്റി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ടാ.